ശബരിമല നെയ്ക്രമക്കേടിൽ വിജിലൻസ് എഫ്ഐആറിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരങ്ങൾ അമൃത ന്യൂസിന് ലഭിച്ചു. PS പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. ഇരുവരും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ അനുവാദം നൽകി. ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പൊക്കെ അവഗണിച്ചാണ് മിൽമയ്ക്ക് ഈ കരാർ നൽകിയത്. ഇതിന്റെ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ എഫ്ഐആറിൽ പുറത്തു വന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ദേവസ്വം ബോർഡിന് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തൊക്കെയാണ് ഈ എഫ്ഐആറിൽ ഈ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി പറയുന്നത്? ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇത്തരത്തിൽ ഈ നെയ് ക്രമക്കേടുമായി, ശബരിമലയിലെ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ആ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എഫ്ഐആറിലെ വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് ഒരിക്കലും ഇതിനകത്ത് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇതിൽ PS പ്രശാന്തും അജികുമാറും അന്യായമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് ഈ നെയ് ക്രമക്കേട് അല്ലെങ്കിൽ അതിനുള്ള കരാറ് മിൽമയുമായി ഒപ്പിടുന്ന സമയത്തും അത് തുടർന്നുകൊണ്ട് പോകുന്ന സമയത്തുമൊക്കെ തന്നെ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഈ എഫ്ഐആറിലെ വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇരുവരും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയ്ക്ക് കരാർ നൽകുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് മിൽമയിൽ നിന്നും ഇത്തരത്തിൽ നെയ്യ് വാങ്ങുന്നതിനുള്ള അനുവാദം ഇത്തരത്തിൽ ഇവർ നൽകുകയായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 2.27 കോടി രൂപയുടെ നഷ്ടമാണ് ഈ ഒരു കരാറ് മിൽമയുമായി ഉണ്ടാക്കിയത് മൂലം ദേവസ്വം ബോർഡിന് നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം മിൽമയ്ക്ക് ഇങ്ങനൊരു കരാർ നൽകിയ ദേവസ്വം കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ആ ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പ് പോലും മറികടന്നുകൊണ്ടാണ് ഇങ്ങനെ മിൽമയ്ക്ക് ഈ നെയ്യുമായി ബന്ധപ്പെട്ട കരാർ നൽകുന്നതിനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത് എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. മുരാരി ബാബു മിൽമയ്ക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിസ്ഥാനവുമില്ലാതെ, ഒരു പരിശോധനകളും ഇല്ലാതെയാണ് അത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഈ മിൽമയ്ക്ക് അനുകൂലമായി മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അനുകൂല റിപ്പോർട്ട് നൽകുന്നത്. ഒരു തരത്തിലുള്ള പരിശോധനകളോ കൂടിയാലോചനകളോ ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഭക്തർ നൽകിയിട്ടുള്ള നെയ്യും ഈ ശബരിമലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിൽമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നെയ്യും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഒരു തരത്തിലുള്ള പരിശോധനകളോ റിപ്പോർട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. നടപടിക്രമങ്ങളെക്കുറിച്ച് മതിയായിട്ടുള്ള ഒരു തരത്തിലുള്ള രേഖകളും ഇവർ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തലായി ചൂണ്ടിക്കാണിക്കുക. എന്തായാലും PS പ്രശാന്ത്, ഒപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ റിപ്പോർട്ട്, ഒപ്പം അജികുമാർ, ഈ അജികുമാറിൻ്റെയും PS പ്രശാന്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ, ഈ എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. 2.27 കോടി രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ഇതുവഴി ഉണ്ടായിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ എഫ്ഐആറിൻ്റെ വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അമ്പിളി, എബി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത്. ഈ PS പ്രശാന്തും അജികുമാറും ഒക്കെ ഇതിൽ പ്രതികളാകും. ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ അന്യായമായ ലാഭം കൊയ്യാൻ വേണ്ടി ഇവരുടെ ഇടപെടൽ നടത്തുമ്പോൾ എത്രത്തോളം വലിയ ഒരു സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ എങ്ങനെയാണ് ഈ എഫ്ഐആർ വ്യക്തമാക്കുന്നത്? ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് 2.27 കോടി രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരുടെ ഈ ഇടപെടൽ എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മിൽമയുമായി ആ നിലയ്ക്ക് ഒരു കരാറിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ശബരിമലയിലേക്ക് നെയ്യ് നൽകാമെന്ന് ചില കമ്പനികൾ പറഞ്ഞിരുന്നു. അവരുടെ ആ ഒരു കൊട്ടേഷൻ ഉൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ടാണ് മിൽമയ്ക്ക് ഇങ്ങനെയൊരു കൊട്ടേഷൻ നൽകുകയും അവിടേക്ക് മിൽമയിൽ നിന്ന് ആ കരാറിലേക്ക് എത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ തന്നെ ആരംഭിക്കുകയാണ് ഇതിൻ്റെ സാമ്പത്തിക ക്രമക്കേടും ഒപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ ലാഭമുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളും എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരെ പ്രതി ചേർക്കുകയും ഇപ്പോൾ അവർ ജയിലിലായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി.
ഒരു തരത്തിലുള്ള രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ട രേഖകൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ സൂക്ഷിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. പരിശോധനകൾ അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുരാരി ബാബുവാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ദേവസ്വം കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ എതിർത്തിരുന്നു എങ്കിലും ആ എതിർപ്പ് പോലും മറികടന്നുകൊണ്ടുള്ള നടപടികളിലേക്കാണ് കടന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ലാഭേച്ഛ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. എന്തായാലും PS പ്രശാന്തിനും ഒപ്പം തന്നെ അജികുമാറിനും ഒന്നും തന്നെ ഇവരുടെ ഈ ഒരു ആരോപണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരു തരത്തിലും കഴിയില്ല എന്നുള്ളതാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റും അജികുമാർ ഉൾപ്പെടെയുള്ള ആളുകളും ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കരാർ മിൽമയ്ക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിൽ 2.27 കോടി രൂപയുടെ വലിയ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും SIT രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡിന് ഈ ഒരു വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തന്നെ സുനിശ്ചയം നമുക്ക് പറയാൻ കഴിയും. അമ്പിളി. ശരി, ശബരിമല നെയ്ക്രമക്കേടിലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അജികുമാറും ഒക്കെ പ്രതികളാകുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആ ക്രമക്കേടിലെ വിജിലൻസ് FIRലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. PS പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് FIRലെ പ്രാഥമികമായ കണ്ടെത്തൽ. ഇരുവരും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ അനുവാദം നൽകി. ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പൊക്കെ അവഗണിച്ചാണ് മിൽമയ്ക്ക് കരാർ നൽകിയത് എന്ന വിവരങ്ങളൊക്കെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ഇതിലെ FIR ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.